ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അവിടെ തന്നെ പൊക്കുളങ്ങര കടപ്പുറം. കടൽ കിടക്കുന്ന കിടപ്പ് കണ്ടോ? കടലാണെന്ന് പോലും പറയില്ല, അതുപോലെയാണ് കിടക്കുന്നത്. പുഴ പോലും ഇതുപോലെ കിടക്കില്ല, അത്രയും അനങ്ങാതെയാണ് കടൽ കിടക്കുന്നത്. ഒരു തരി ഓളങ്ങളില്ലാതെ കടൽ അനങ്ങാതെ കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു വീട് കണ്ടോ, നമ്മൾ മുമ്പൊക്കെ കാണിച്ചിരുന്ന വീട്. ആ വീടിൻ്റെ പുറകുഭാഗമൊക്കെ പൊളിഞ്ഞു പോയിട്ടാ. അതിന് ശേഷം നമ്മളത് കാണിച്ചിട്ടില്ല. മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പുറകുഭാഗം നല്ല രീതിയിൽ തകർന്നു പോയി. ഈ ഒരു കടൽ എന്ന് പറഞ്ഞാണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ മീൻപിടുത്തക്കാർക്ക്, സാധാരണ കടലിൽ മീൻ പിടിക്കുന്നവർ എന്ന് പറഞ്ഞാൽ വള്ളത്തിലും ബോട്ടിലും ഒക്കെ പോയിട്ട് ഉൾക്കടലിൽ നിന്ന് മീൻ പിടിക്കുന്നവരാണ് കൂടുതലും മീൻ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു സമയത്താണ് ശരിക്കും കരയിൽ നിന്ന് മീൻ പിടിക്കുന്ന മീൻപിടുത്തക്കാർക്ക്, അതായത് വല വീശുന്നവർക്ക്, അതുപോലെ കരയോട് ചേർന്ന് ഉള്ള സ്ഥലങ്ങളിൽ കണ്ടാടിയിട്ട് ചെറിയ വഞ്ചികളിലൊക്കെ പോയി പണിയെടുക്കുന്നവർക്ക് ഒക്കെ മീൻ പിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മീൻ നല്ലോണം കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ. ശരിക്കും ചാകര പോലുള്ള ഒരു പ്രതിഭാസം എന്ന് വേണമെങ്കിൽ പറയാം. ചാകര എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് മീൻ വരുന്നതിനല്ല ചാകര എന്ന് പറയുന്നത്. ഇതുപോലെ കടൽ അനങ്ങാതെ കിടക്കും, ആ ഒരു ഭാഗത്ത് മീൻ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സമയത്തിനാണ് ആ ഒരു പ്രതിഭാസമാണ് ശരിക്കും ചാകര. ഇത് ശരിക്കും ചാകര പോലെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വാടാനപ്പള്ളി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഭയങ്കര കടലാണ്, നല്ല തരയും കടലുമാണ്. പക്ഷേ ഈ ഒരു ഭാഗം മാത്രം അനങ്ങാതെ കിടക്കുകയാണ്. അതായത് ചേറ്റു അഴിമുഖം തൊട്ട് തെക്കോട്ടുള്ള കുറച്ച് ഭാഗം നമ്മുടെ പൊക്കുളങ്ങര അവിടം വരെയൊക്കെ അനങ്ങാതെ കിടക്കുന്നു. അത് കഴിഞ്ഞ് തെക്കോട്ട് നല്ല കടലും ഉണ്ട്, നന്നായിട്ട് തിരമാലകളും ഉണ്ട്. അങ്ങനെ കിടക്കുകയാണ് ഇത്. പിന്നെ തണുപ്പം വെള്ളം എന്നൊക്കെ പറയും ആളുകൾ, ചെന്നീര് വരിക എന്നൊക്കെ പറയും. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചുവപ്പ് കളറിൽ വെള്ളം മാറി വരും. അതുപോലെ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്നലെയൊക്കെ നല്ലോണം മീൻ കിട്ടിയിരുന്നു കേട്ടോ, നല്ല രീതിയിൽ മീൻ കിട്ടിയിരുന്നു. മീനൊക്കെ ശരിക്കും ഒരു ഫുൾ ഹെൽത്ത് ആയിട്ടല്ല വരിക. ഈ ഒരു വെള്ളത്തിൽ മീനൊക്കെ ചെറുതായിട്ടൊരു മയങ്ങിയ പോലെയാണ് കരയിലേക്ക് കയറി വരും. കരയിലേക്ക് വരുമ്പോൾ വല വീശുന്നവർക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനുകളും ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ സമയത്ത് ഞണ്ട്, മീൻ ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ. ഇന്നലെ നല്ലോണം മീൻ കിട്ടിയിരുന്നു. ഞാനും മീൻ പിടുത്തത്തിലായിരുന്നു, അതുകൊണ്ട് ഇന്നലെ എനിക്ക് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ എല്ലാ വീശിക്കാരും വെയിറ്റ് ചെയ്യുന്നുണ്ട്, കരയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് മീൻ വരാനായിട്ട്. പിന്നെ ഇന്ന് കുറേ കുളവാഴകളും ചണ്ടിയും ഒക്കെ ഒരുപാട് തള്ളി വന്നിട്ടോ. അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം വല വീശുന്നവർക്കാണെങ്കിലും കണ്ടാടി വല വെക്കുന്നവർക്കാണെങ്കിലും ഈ ചണ്ടിയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ ഇപ്പം മീൻ ആക്ടിവിറ്റി കണ്ടു തുടങ്ങിയിട്ടില്ല. മീൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചാടി ഇറങ്ങും. പിന്നെ ഇന്നലത്തെ പോലെ തന്നെ വല വീശലും കാര്യങ്ങളൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇന്നലെ ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ എന്തായാലും കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കടൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, കുറച്ച് നാൾ മുമ്പ് കലി തുള്ളി വന്നിരുന്ന, അതായത് ഈ മേഖലയിനൊക്കെ പേടിപ്പിച്ച് നിർത്തിയിരുന്ന കലി തുള്ളിയിരുന്ന കടലാണ് ഇപ്പം ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്ര അങ്ങനെയാണ് കേട്ടോ കടൽ കിടക്കണേ ഇപ്പോൾ. കണ്ടോ കടലിന്റെ ഒരു കെടുപ്പ് നോക്കിയേ, എത്രത്തോളം ദൂരം ഒരു അനക്കല്ലാണ്ട് ഇങ്ങനെ കിടക്കുന്നതാണോ. ചെറുതായിട്ട് ഇങ്ങനെ കരയിലെത്തുമ്പോൾ ഈ ഓളങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് കരയിലേക്ക് കയറുന്നല്ലാതെ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരനക്കം എന്ന് പറയണതില്ല, കടൽ അനങ്ങുന്നില്ല. പക്ഷെ ഇവിടത്തേക്ക് ഈ ഒരു ഭീകരത കണ്ടോ, എത്രത്തോളം അവിടം വരെ കയറിയ കടലാണ് കേട്ടോ. അവിടം വരെ കയറി അവിടെ ഒരു മണൽത്തിട്ടുണ്ടാക്കി വെച്ചിട്ട് കണ്ടോ, അതിനുശേഷം എന്താ ഇത്രയും ഇറങ്ങി ഇപ്പോൾ കടൽ. ഇപ്പം നല്ല ഇറക്കമാണ് കേട്ടോ, ഇപ്പം നല്ല ഇറക്കമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഉച്ചയോട് കൂടി ഏറ്റം വരും. ഏറ്റം എന്ന് പറഞ്ഞാലും ഇപ്പോൾ വലിയ ഏറ്റമൊന്നുമില്ല. കുറച്ചാൾ മുന്നേ, അതായത് ഏകദേശം കഴിഞ്ഞ ആഴ്ച വരെ ചൂണ്ടക്കാർക്കായിരുന്നു നല്ല സമയം. അതായത് നല്ലോണം മീൻ കിട്ടിയിരുന്നു കേട്ടോ. ഇവിടെ നിന്നൊക്കെ ചൂണ്ടക്കാർ ഈ ഒരു സ്പോട്ട്, ചൂണ്ടക്കാർ ഒരുപാട് മീൻ പിടിച്ച് കയറ്റിയ സ്പോട്ടാണ്. കാളാഞ്ചിയും വറ്റയും ഹമൂറും ചെമ്പല്ലിയും ഒക്കെ ഒരുപാട് പിടിച്ച് കയറ്റിയതാട്ടോ കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ നിന്ന്. പക്ഷേ ഇപ്പോൾ ചൂണ്ടക്കാർക്ക് പറ്റിയ സമയമല്ല. കാരണം ഇപ്പം മീൻ തീറ്റ എടുക്കാത്തൊരു സമയമാണ്. അതുപോലെ ലൂറാണെങ്കിലും ബൈറ്റാണെങ്കിലും മീൻ അതിൽ തൊടില്ല, അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വീശിക്കാർക്കും ഇതുപോലെ വല വയ്ക്കുന്നവർക്കൊക്കെയാണ്. എൻ്റെ പുറകിൽ കാണുന്നത് ഇവിടെ ഉണ്ടായിരുന്നൊരു വീട്, മുമ്പ് നമ്മൾ പലതവണ കാണിച്ചിട്ടുള്ള വീട്, തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നടക്കാൻ പറ്റുന്നുണ്ട്. മുമ്പ് നമുക്ക് കടൽ കൂടുതലായിരുന്നപ്പോൾ അതിലൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം രാവിലെ ഒരു 7 മണിക്ക് ആവുന്നുള്ളൂ കേട്ടോ.
ഇവിടെ കൈ കൊണ്ട് ഞണ്ടിനെ തപ്പി പിടിക്കുന്നവരാണ് കേട്ടോ. കയ്യിലൊരു ഗ്ലൗസ് ഇടാണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. Можно